ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് മൈ ന്യൂ വീഡിയോ. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇതൊരു ട്രാവൽ വ്ളോഗ് തന്നെയാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരുന്നു, വടകര. അപ്പോൾ പോകുമ്പോൾ ഞാൻ വിചാരിച്ചതാണ് നല്ല വല്ല പ്ലേസൊക്കെ കാണുകയാണെങ്കിൽ വ്ളോഗ് ചെയ്യണമെന്ന്. അതിനു വേണ്ടിയിട്ട് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനാണിത്. രാവിലെ 7:15 ഞങ്ങൾ ട്രെയിൻ പറഞ്ഞത്, പക്ഷേ കുറച്ച് ഡിലേ ആയിരുന്നു. ഞങ്ങൾ അവിടുന്ന് സാൻഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ബീച്ചിൽ പോയിരുന്നു. പക്ഷേ അതെനിക്ക് നല്ല രസമായിട്ട് തോന്നി. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും അവർ ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് വന്നിരുന്നു. അപ്പോൾ അവരുടെ കാറിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ വീട്ടിലേക്കുള്ള വഴിയാണിത്. ഞങ്ങൾക്ക് കൂടുതൽ ക്ഷീണമൊന്നും അങ്ങനെ തോന്നിയില്ല, കാരണം ട്രെയിൻ യാത്രയല്ല, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത്. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്കുള്ള വഴിയാണിത്. ഓക്കെ, അപ്പം നമുക്ക് പോയി നോക്കാം. നമുക്ക് വേണ്ടിയിട്ട് അവർ വന്നപ്പോൾ തന്നെ റെഡിയാക്കി വെച്ചത് നല്ല നാടൻ കപ്പയും അതിലേക്ക് കോമ്പിനേഷനായിട്ട് ബീഫുമാണ്, ബീഫ് വരട്ടിയതുമാണ്. നല്ല കോമ്പിനേഷനാണ്. അതിൻ്റെ കൂടെ നല്ല അടിപൊളി കട്ടൻ ചായയും കൂടി ആയപ്പോൾ പെർഫെക്റ്റായി, നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ നല്ലൊരു ഹെവി ലഞ്ചിന് ശേഷം വൈകുന്നേരത്താണ് ഇറങ്ങിയത്. അടിപൊളി ചിക്കൻ ബിരിയാണിയും കല്ലുമ്മക്കായ ഫ്രൈയും അതേപോലെ തന്നെ ഞണ്ടൊക്കെ ഉണ്ടായിരുന്നു അവരുടെ വക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈവനിങ്ങിലാണ് ഇറങ്ങിയത്, വെയിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ട്. അവർക്ക് തൊട്ടടുത്താണ് സാൻഡ് ബാങ്ക്സ്, 8 കിലോമീറ്റർ അടുത്താണ്. അവർക്കും അങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് അങ്ങനെ ഒരു ഫീലൊന്നും അങ്ങോട്ടില്ല. അവരെപ്പോഴും ഇങ്ങനെ പോയിരിക്കുന്ന ഒരു സ്ഥലം അവർ പറഞ്ഞു. അങ്ങനെ അവിടെ അടുത്തുള്ള ആളുകളൊക്കെ പോയിരിക്കുന്ന ഒരു ചെറിയൊരു ഒഴിഞ്ഞൊരു പ്ലേസ് അത്രയേ ഉള്ളൂ. പിന്നെ നമുക്കും തന്നെ ഒരു മെയിൻ ഡെസ്റ്റിനേഷനായിട്ടൊന്നും പോകാൻ പറ്റിയൊരു പ്ലേസ് അല്ല, വെറുതെ നമുക്ക് പോകാമെന്ന് മാത്രം. അങ്ങോട്ടുള്ള വഴി നല്ല രസമുണ്ട്, നല്ല ഒരു പച്ചപ്പൊക്കെ നിറഞ്ഞ ഒരു പണ്ടത്തെ സ്റ്റൈലൊരു വഴിയൊക്കെ ആയിട്ട് എനിക്ക് തോന്നി. ഏതൊരു ബീച്ചിൻ്റെയും പോലെ തന്നെ ഇവിടെയും എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് അതിൻ്റെ പുറത്തുള്ള കളേഴ്സാണ്. അതായത് നല്ല അടിപൊളി ഒരുപാട് ഫ്ലേവേഴ്സ് ഡ്രിങ്ക്സും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉപ്പിലിട്ട ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ അവരുടെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള കല്ലുമ്മക്കായ ഫ്രൈ, കോളിഫ്ലവർ ഫ്രൈ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇവിടെ സീസൺ ആണെങ്കിൽ കല്ലുമ്മക്കായ ബീച്ചിൻ്റെ അടുത്ത് കാണും, എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിതുവരെ കല്ലുമ്മക്കായ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം നമുക്ക് പോയി നോക്കാം. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാണുന്ന കാഴ്ചയാണ് നിറയെ തെങ്ങും ഇടയ്ക്ക് ഓരോ വേറെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല കാറ്റുമുണ്ട്. ആളുകൾ വട്ടം കൂടി നല്ല സംസാരത്തിലാണ്. ചൂടേറിയ ഇലക്ഷൻ ചർച്ചകളൊക്കെയാണെന്ന് തോന്നുന്നു. ആളുകൾക്ക് ഇതുപോലെ ഒഴിഞ്ഞു വന്നിരിക്കാൻ പറ്റിയൊരു പ്ലേസാണ് നാട്ടുകാർക്കൊക്കെ. കൂടുതൽ പുറത്തുനിന്ന് ആളുകൾ വന്നിട്ടില്ല ഇങ്ങോട്ട്. അവർ പറഞ്ഞു സൺസെറ്റ് ആകുമ്പോഴത്തേക്കും കുറേ ആളുകൾ വരാറുണ്ടെന്ന്. ഇവിടെ സാൻഡ് ബാങ്ക്സ് എന്ന് പേര് വരാൻ കാരണം ഇത് പുഴയും കടലും കൂടി ചേരുന്ന ഒരു സോണാണത്രേ. അതുകൊണ്ടാണ് സാൻഡ് ബാങ്ക്സ് എന്ന് ബീച്ചിന് പേര് കൊടുക്കാൻ കാരണം. പിന്നെ കുട്ടികളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് 1-2 ഊഞ്ഞാലും റൈഡ്സൊക്കെ ഉണ്ട്. കൂടുതലൊന്നുമില്ല കേട്ടോ, ചെറിയ രീതിയിൽ കളിക്കാനൊക്കെ ഉണ്ട്. ഇത് താഴ്ഭാഗമാണ്. ഇതിൻ്റെ ഒരു 2 സ്റ്റെപ്പ് കയറി നമ്മൾ ചെന്നാൽ പിന്നെ ഒരു ഹൈറ്റാണ്. അവിടെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ചെയറൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഫില്ലായിട്ടില്ല, കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ.
ഇവിടെ നമുക്ക് കടൽ കണ്ട ഒരു കായൽ, പുഴ അങ്ങനത്തെ ഒക്കെ ഒരു ഫീലാണ് തോന്നുക. നിറയെ കല്ലുകളുണ്ട് അതിൻ്റെ സൈഡിലായിട്ട്. അവിടെ ആളുകൾ ചൂണ്ടലൊക്കെ ഇട്ട് മീൻ പിടിക്കുന്നത് ഇവിടുത്തെ രസമായിട്ടുള്ളൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. കുട്ടികളും ആളുകളൊക്കെ മീൻ പിടിക്കുന്നുണ്ട് അവിടെ. ഇവിടെ വേറെ കണ്ടൊരു കാഴ്ച, ഞണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ കല്ലിലൊക്കെ നിറയെ പറ്റിപ്പിടിച്ച് ഞണ്ടുകളെ കാണാൻ പറ്റി. പക്ഷേ ഈ ഞണ്ട് അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഞണ്ടല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്രയും കൂടുതൽ അവിടെ കാണാൻ പറ്റുന്നതും. കുറേ ഞണ്ടുണ്ട്. അതുപോലെ തന്നെ തിരമാല, നല്ല ചെറിയ തിരമാലകളും വലിയ തിരമാലകളൊക്കെ ആയിട്ട് നമ്മളവിടെ ഇരുന്ന ടൈം പോണതേ അറിയണില്ല. കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. അങ്ങനെ സൺസെറ്റ് ആയതേ ഞങ്ങൾ അറിഞ്ഞില്ല. കുറേ നേരം അവിടെ ഇരുന്നു. സൺസെറ്റിൻ്റെ ടൈമിൽ കണ്ടില്ല, ഇവിടെ കാണാൻ നല്ല രസമായിട്ടുണ്ട്. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി, ചെറുതായിട്ട് കൂടുതൽ നനയൊന്നും ചെയ്യാതെ ഒന്ന് ഇറങ്ങി. നല്ല രസമുണ്ട് ഇവിടെ. ഒരു സൂര്യൻ്റെ കളറും കടലിന് ഏറ്റവും സൗന്ദര്യം കൂടിയ ഒരു സമയമായിട്ട് എനിക്ക് തോന്നിയത്. ഞങ്ങളങ്ങനെ അതിന് കുറച്ച് നേരമൊക്കെ ആ മണലിലൂടെ അങ്ങനെ നടന്നു. വൈകുന്നേരം ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും അങ്ങോട്ട് കയറിയ പോലെയല്ല, ഇവിടെയൊക്കെ നല്ല തിരക്കായിട്ടുണ്ട്. ഷോപ്പുകളൊക്കെ നിറഞ്ഞു. ചെറിയ ചെറിയ ഷോപ്പുകളാണെങ്കിൽ അവിടെയൊക്കെ നിറയെ ആളുകൾ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന ആളുകളെല്ലാം കൂടുതൽ തിരക്ക് കൂട്ടുന്നത് അവിടെയാണ്. നമ്മൾ കൂടുതൽ പേരും വെള്ളം കുടിക്കാനൊക്കെയാണ്. നമ്മളൊരു കുലുക്കി സർബത്താണ് കുടിച്ചത് അവിടുന്ന്. അവിടെ നല്ല തിരക്കാണ്. ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട് സെറ്റായി. ഇതാണ് ഇവിടുത്തെ താരം, നമ്മുടെ ഹൈലൈറ്റ് സംഭവം കല്ലുമ്മക്കായ ഫ്രൈ. കല്ലുമ്മക്കായ അരി നിറച്ചിട്ടുള്ള ഫ്രൈ ആണിത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിക്കാൻ. അങ്ങനെ അതൊക്കെ കഴിച്ച് നമുക്ക് ഇവിടുന്ന് പോകേണ്ട ടൈമായി. ഏകദേശം ഇരുട്ടായി വന്നിട്ടുണ്ട്. ഈ കാണുന്ന വണ്ടികളൊക്കെ ഇങ്ങോട്ട് വന്ന ആളുകളാണ്. അതുപോലെ തന്നെ കുട്ടികൾ കളിക്കുന്നൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്